രാമ 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 ഹരേ ഹരേ. ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം. ജയോ രാധാ ശ്യാമ സുന്ദരാധാ ശ്യാമ സുന്ദരാധേ. ജയോ ഗൗരനിതായ് 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 ജയോ ഗൗരനിതായ്. ജയോ ജയോ പ്രഭുപാത് 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 പ്രഭുപാത്. ജയോ ജയോ ഗുരുദേ 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 ഗുരുദേ. നിത്യായി ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. കൃഷ്ണൻ ബലറാമ കീ ജയ രാധാ ശ്യാം സുന്ദര ലളിതാ വിശാഖ ദേവി കീ ജയ ഗുരുനിതായ് കീ ജയ വഞ്ചതത്വ കീ ജയ ഷഡ്വ സവിസ് കീ ജയ ഗുരു പരമ്പര കീ ജയ. ജയ 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 ശ്രീ രാധേശം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണുനന്ദം സർവതോമ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമത്യം നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണുനന്ദം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമത്യം നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണുനന്ദം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമത്യം നമാമ്യഹം. ശ്രീ നരസിംഹ ഭഗവാൻ കീ നരഹരി കീ ജയ്. പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ജയ 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 ശ്രീരാധേശം. നമ്മൾ തന്നെ ഇസ്കോണിന്റെ കുടുംബാംഗങ്ങളാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ ഡോക്ടർ മിനിയൊക്കെ ഒരു നിമിത്തമാക്കി. ശീലപ്രഭുപാദ് എവിടെയുള്ള ആളാന്ന് നമുക്കറിയാമോ? കൽക്കട്ടയിലുള്ള ആളാ അല്ലേ? പക്ഷെ അദ്ദേഹം നോക്ക്, ലോകമേ തറവാടായി എടുത്തു എന്നുള്ളതാണ്. എല്ലാ ലോകത്തു നിന്നുള്ള ആൾക്കാരാണ് അതിനകത്ത് മെമ്പേഴ്സ്. അല്ലാതെ ഒരു കൊച്ചു കേരളത്തിലേതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു തമിഴ്നാട്ടിലേതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു ഇന്ത്യയിലെയോ ലോകം മൊത്തമുള്ള മെമ്പേഴ്സാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അവര് ഇപ്പം സിൽവർ ജൂബിലി നടക്കുവാണല്ലോ ശീലപ്രഭുപാദന്റെ അമ്പലത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്കോണ് കൃഷ്ണ ബലറാമിന്റെ അമ്പലത്തിന്റെ 50ാമത്തെ വാർഷികമാണ് നടക്കുന്നത്. നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തംഭിച്ചു പോകും. എത്ര ഫോറിനേഴ്സാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലപ്രഭുപാദ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ അതേപോലെ മുന്നോട്ട് പാലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. വൈഷ്ണവ ലുക്കാണ് അവരെ. ആ വൈഷ്ണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയായി. ഇപ്പൊ ഞാൻ തന്നെ വെളിയിൽ പോകുമ്പോൾ ഇങ്ങനെ കുറിയൊന്നും കൊണ്ടുപോയില്ല, പക്ഷെ എന്റെ പ്രഭുജി എവിടെ പോയി കഴിഞ്ഞാലും കുറിയിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷെ അതേപോലെ ഉണ്ടല്ലോ അദ്ദേഹത്തെ ആര് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രത്യേക ആ കുറിയുടേതാണ്. ആ പ്രത്യേക ഒരു റെസ്പെക്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ബസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാമി അല്ലെന്നുണ്ടെങ്കിൽ പൂജാരി, അങ്ങ് ഇവിടുത്തെ ഏത് അമ്പലത്തിലെ പൂജാരി എന്നൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ആൾക്കാർ, കോമൺ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് നോക്കുപോലും അന്നേരം വൈഷ്ണവ അപ്പിയറൻസ് ആണ് അതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ളത് എന്നുള്ളതാ. നമ്മുടെ നെറ്റിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഇസ്കോൺ കുടുംബ അംഗം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടുന്നത്? തീർച്ചയായിട്ടും നമുക്കാണെങ്കിൽ ഗോപിക്കുറി വേണം എന്നുള്ളതാണ്. ആ ഗോപിക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ചരണപാദമാണ് നമ്മുടെ നെറ്റില് അണയുന്നത്. അത് മാത്രമല്ല ഈ മൂക്കിലാണെന്നുണ്ടെങ്കിൽ എന്താ തുളസി ദളം. ഭഗവാന്റെ ചരണത്തിൽ എപ്പോഴും ശ്രീചരണത്തിൽ എപ്പോഴും തുളസി ഉണ്ടായിരിക്കുന്നതാണെന്നുള്ളതാണ്. അതേപോലെ ഈ മാല കണ്ടിമാല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതല്ല. ഓർത്തോണം, ഈ കണ്ടിമാല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോൺ വെജോ കോഫിയോ ചായയോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ടത്തിൽ കൂടി ഇറക്കാൻ പാടില്ല പറയുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും
ഇസ്കോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളാണെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ അന്നേരം ജെയിനിന്റെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലോ, ജെയിൻകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണില് ഉണ്ടാവുന്ന സാധനങ്ങൾ പോലും കഴിക്കില്ല എന്നുള്ളതാ. അവർ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരമേ കഴിക്കില്ല. എന്തുകൊണ്ടാ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അന്തരീക്ഷത്തിൽ മൊത്തം ബാക്ടീരിയ ആവും എന്നാ പറയുന്നത്. അന്നേരം ആ ആഹാരത്തിലെല്ലാം ബാക്ടീരിയ. നമ്മൾ ഈ കേരളീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഇട്ട് വെക്കുന്നത് രാത്രി 10 മണിക്കാണ് കഴിക്കുന്നത്. പിന്നെ അവർക്ക് അസുഖം വരാതിരിക്കുവോ? എന്താ അസുഖം ഇല്ലാത്തത് കേരളീയർക്ക്? അതേപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കുണ്ടല്ലോ, തീർച്ചയായിട്ടും ഭഗവാന്റെ ആ കാരുണ്യം നമ്മുടെ കൂടെ കാണും എന്നുള്ളത്. പക്ഷെ നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മളത് പാലിക്കുന്നു, പക്ഷെ വേറെ ഉള്ളവരെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളത് പാലിക്കൂ എന്നുള്ളത്. അവർക്ക് സ്വയം തോന്നണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? പൂർവജന്മ പാവങ്ങൾ ഇല്ലാതെ വരണം. ഈ നാരായണീയം പുസ്തകം തന്നെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂർവജന്മ പുണ്യപാപങ്ങൾ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നാരായണീയത്തിൽ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റൂ എന്നുള്ളതാ. അതുപോലെ തന്നെയാണ് പൂർവജന്മ പാവങ്ങളെല്ലാം തീർന്നതിന് ശേഷം മാത്രമേ മുക്തിയിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. അല്ലെ? ആ ഇസ്കോൺ എന്ന് പറയുന്ന സംസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് മുക്തിയിലേക്കാണെന്നുള്ളത്. അന്നേരം നിങ്ങൾ വിചാരിക്കും മഹാരാജ് മരണത്തിന് ശേഷമുള്ള കാര്യമല്ലേ? അരെ, മരണശേഷം മാത്രമല്ല, ഇപ്പോഴും നമ്മൾ എന്ത് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ആ 3 ദിവസം കംപ്ലീറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ ഇരുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ എത്ര മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എടുത്തതെന്നുള്ളത്. നമ്മൾക്ക് എങ്ങനെയാ? ശ്രീകൃഷ്ണ നാമാമൃതം നമ്മുടെ കയ്യിലുണ്ട്, അത് അമൃതിന് തുല്യമാണ്. അന്നേരം പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ വേറെ ആണെന്നുണ്ടെങ്കിൽ വിഷം കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്? അങ്ങനെ പോയിട്ടുള്ള ഒരാളും അവസാന സമയത്ത് ദുഃഖത്തിന്റെ അങ്ങേയറ്റം ആയിട്ടാണ് അവരുടെ അന്ത്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കേണ്ട, അവർക്കെല്ലാം താൽക്കാലികമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ എന്താ ചെയ്യുന്നത്? അസുരന്മാരെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് ഫ്രീ ആയിട്ട് വിടും. കംസനെ തന്നെ നമ്മൾ കണ്ടതല്ലേ, കുറച്ച് നീ അങ്ങ് കളിച്ചോ, എന്നിട്ട് ഞാൻ നോക്കിക്കോളാം നിന്നെ എന്നല്ലേ പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞത്? അസുരൻ ആ കംസനാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ എത്രയോ അസുരന്മാരെ വിട്ടിരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും സക്സസ് ആയോ? ഇല്ല. എന്നാൽ തന്നെ ഭഗവാൻ എടുത്തടിച്ച് അവനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ നിന്നുള്ള ആ സുദർശനം ഒന്ന് വിട്ടാൽ മതിയായിരുന്നു, ഇവന്റെ കഴുത്തറുത്ത് പോയിനി. പക്ഷെ ഭഗവാൻ എന്താ കാണിച്ചത്? അത് നമുക്ക് വേണ്ടിയിട്ടാ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ കാണിക്കുന്നത്. ഏത് കാര്യമായി കഴിഞ്ഞാലും പെട്ടെന്നൊരു സ്റ്റെപ്പ് എടുക്കരുത്. പെട്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷെ റോങ് ആയി പോകും എന്നുള്ളത്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. ഏത് കാര്യമായി കഴിഞ്ഞു കഴിഞ്ഞാലും ശാന്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സുദർശന ചക്രം കൊണ്ട് കംസനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരയ്ക്കാം. അന്നേരം എല്ലാവരും ചോദിക്കും, എന്തിനാണ് കൃഷ്ണനെ കംസനെ പോകുന്നത്? കൃഷ്ണനെ ഒരു ഉപദ്രവവും കംസൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും മറുപടി കൊടുക്കേണ്ടി വന്നില്ല ഭഗവാൻ. അതുകൊണ്ട് എന്താ വെയിറ്റ് ചെയ്തു. എത്ര വയസ്സ് വരെയാ? 14 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു ഭഗവാനെ. ആ ഭഗവാൻ ജനിച്ച സമയത്തെ കംസനെ കൊല്ലാമായിരുന്നു അല്ലേ? പക്ഷെ ചെയ്തോ? ഇല്ല. അതുകൊണ്ട് ഏത് കാര്യത്തിനായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശാന്തമായിട്ടുള്ള തീരുമാനങ്ങൾ. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കലുഷമാണ്. ആ മനസ്സിന് എന്താ സമചിത്തത ഉണ്ടാക്കണം. ഒരു ഭക്തന്റെ യഥാർത്ഥ ലക്ഷണം തന്നെ ഏതാണ്? സമചിത്തത. ദുഃഖമായാലും ദ്വന്ദ്ങ്ങളാണ് ഈ ലോകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട്, അതുകൊണ്ട് ഒരു കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ദ്വന്ദ്ങ്ങളാണുണ്ടെന്നുള്ളതാണുള്ളത്. അതുകൊണ്ട് നമ്മളൊരു കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട്, നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ചിരിച്ചും കളിച്ചും നമ്മളുടെ ഭഗവാന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി ഇപ്പം നഗരസങ്കീർത്തനമൊക്കെ അങ്ങോട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഓർക്കുന്നേ ഇല്ല നമ്മൾ ആരാണെന്ന് പോലും. നമ്മുടെ ആ ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല, നമ്മൾ ആരാണെന്നോ എന്താണെന്നോ. ഉള്ളി നമ്മുടെ കാതുകളിൽ മുഴുങ്ങുന്നത് എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു മഹാമന്ത്രം മാത്രമാണ്. അന്നേരം നമ്മൾ ആ അനുഭവിക്കുന്ന, നമ്മൾ അറിയാതെ തന്നെ നോക്ക്. ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാമങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ അറിയാതെ നൃത്തം ചവിട്ടിപ്പോകും. സാധാരണ ഒരുത്തനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാതാജിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നൃത്തം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ ഉള്ളിൽ അത്രയും സന്തോഷം നിറഞ്ഞു, ആ ഭഗവാന്റെ ആ സാന്നിധ്യം അവരിൽ വന്നു. അതുകൊണ്ടാണ് അവർ സ്റ്റെപ്പ് എടുക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ജന്മമായി കഴിഞ്ഞു കഴിഞ്ഞാലും
വരാൻ പോകുന്ന ജന്മങ്ങളിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ജന്മം വേണ്ട എന്നുള്ളതാ. ജന്മം മൃത്യു ജരാവ്യാധി നമുക്ക് വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നുള്ളതാ അല്ലെ. ഇനി ഒരു അമ്മയുടെ ഗർഭത്തിൽ 9 മാസം നരകതുല്യമായിട്ടുള്ള ഗർഭവാസം വേണ്ട. എന്താ നമ്മൾ വെറുതെ ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന മലവും മൂത്രവും അതിനകത്ത് കൃമികളും, എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചു കൃമികളാണെന്നുണ്ടെങ്കിൽ ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തോലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഇല്ല. പക്ഷെ അതിനകത്തോട്ട് കടിക്കുമ്പോൾ കൊച്ചു കിടന്ന് പിടയ്ക്കുന്നു. ആ പിടയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ അവൻ കളിക്കോ അല്ലെങ്കിൽ അവള് കളിക്കോ എന്ന് നമ്മൾ പറയും. പക്ഷെ അതിന്റെ മരണവിപ്രാളത്തിനകത്ത് കിടന്ന് പിടയ്ക്കുന്നുള്ള. അതേപോലെ തന്നെ ഭക്തി ഇല്ലാത്ത ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു കഴിഞ്ഞാല് അവര് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മസാലകൾ നിറഞ്ഞ ആഹാരമായിരിക്കും അവർ കഴിക്കുന്നതെന്നുള്ളതാ. ആ മസാലയെല്ലാം കൂടെ അങ്ങോട്ടും എരിവ് കുഞ്ഞിനെ പിടിച്ചു വലിക്കും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കു പോലും. ആ ഇനിയും അതേപോലെ ആ അവസാന സമയം ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഭൂമി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, അങ്ങയുടെ സേവ ചെയ്ത് ഞാൻ മുന്നോട്ട് ജീവിച്ചോളാമേ, ഇനി എനിക്ക് ജന്മം തരല്ലേ എന്നുള്ള ആ പ്രാർത്ഥനയിലാണ് ആള് വെളി വരുന്നത്. പക്ഷെ വെളി വന്നു കഴിഞ്ഞാലോ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂരായണ പൂരായണ. എന്താ മായ ഉടനെ അവിടെ കവർ ചെയ്തു കഴിഞ്ഞു ആ കുഞ്ഞിനെ എന്നുള്ളതാ. പിന്നെ അത് ഈ ലോകത്തിലെ ദുഃഖാലയം അശാശ്വതമായിട്ടുള്ള ഈ ഭൂമിയില് മായയിൽ കിടന്ന് നമ്മളെല്ലാവരും ഉഴലുന്നത് പോലെ ആ കുട്ടിയും കിടന്ന് ഉഴലുവാണെന്നുള്ളത്. ഇനി നമുക്ക് അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ തന്നെ നമുക്ക് എത്തണം, ഭഗവാന്റെ ലോകത്തിൽ തന്നെ നമുക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു ശ്രമങ്ങൾ നമ്മൾ ഇത്രയൊക്കെ ജീവിച്ചില്ലേ, ഇനി എന്തോന്നാ എത്ര കിടന്ന് മരിച്ചു കിടന്ന് ഇത് ചെയ്യാനുള്ളത് എന്നുള്ളതാ. അതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പം അറിയാമെന്നുള്ളതാ. ഇന്ന് തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവന അമ്പലത്തിൽ ചൈതന്യ ചരിതാമൃതം എടുക്കുന്നെന്നുള്ളതാ. ചൈതന്യ ചരിതാമൃതത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് തന്നെ എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നെന്നറിയാമോ? അതിന്റെ മെയിനായിട്ടുള്ള ഒരെണ്ണം ഇതിന് മഹാപ്രഭുവും പിന്നെ അനുചരന്മാരോടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റ് ടൂർ നടക്കുന്നുള്ള. കൽക്കട്ടയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡൊമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയായിരുന്നു ഭരണം എന്ന് അറിയാമോ? മുസ്ലിം രാജാവിന്റെ ആയിരുന്നു. ചണ്ഡികാസ് എന്ന് പറയുന്ന ആ ഖാസിം, അദ്ദേഹത്തിന്റെ ഭരണമായിരുന്നു. പക്ഷെ ഈ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിനോട് ദേഷ്യമുള്ള പണ്ഡിതന്മാരെ ബ്രാഹ്മണന്മാരെ എന്ത് ചെയ്യുന്നിട്ട് കാസിമിനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ കാസിമിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചെണ്ടയും പിന്നെ മത്തളും ഇതെല്ലാം വാങ്ങി പൊട്ടിച്ചെറിഞ്ഞു. കർത്താലും എല്ലാം പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു എന്നുള്ളത്. ദൂരെ എറിഞ്ഞിട്ട് അന്ന് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാൻ സ്വയം വന്നിട്ട് കാസിമിനെയാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ കഴുത്തിൽ കുത്തി പിടിപ്പിച്ചിട്ട്, നീ എന്റെ നാമങ്ങളാണ് ഭക്തരെ ഉരുവിടുന്നത്, ഇതിൽ എന്തെങ്കിലും ഒരു നീ അതിന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് നരസിംഹ ഭഗവാനാണെന്നുണ്ടെങ്കിൽ സ്വയം അവിടെ വന്നു എന്നുള്ളത്. പിറ്റേ ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവരും കർത്താളും അതും എല്ലാം പൊട്ടിച്ചെറിഞ്ഞില്ലേ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ കാസിമിന്റെ ആണെന്നുണ്ടെങ്കിൽ പാലസിന്റെ മുന്നിൽ നിന്നിട്ട് തന്നെ ചൊല്ലും. പക്ഷെ കാസിം എന്താ കൈകളോട് കൂടിയിട്ട് ഇറങ്ങി വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ഇട്ടു എന്നുള്ളതാ. ഇവരെ ആരും തന്നെ യാതൊരു വിധത്തിലും ഇവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാസിം സ്വയം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലാൻ തുടങ്ങി എന്നുള്ളതാണ്. അറിയാമോ? അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കൊടികുത്തിയ കുമ്പനായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ ഫ്രീക്ക് വിട്ടോളൂ. ആ ഫ്രീക്ക് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്ന് മനസ്സിലായി കഴിയുന്ന സമയത്തുണ്ടല്ലോ ശരണാഗതി പ്രാപിക്കും. അത് അവന്റെ തലയിലെഴുത്തിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ശരണാഗതി പ്രാപിച്ച് തിരിച്ചു വരുന്ന ഭക്തരെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭഗവാൻ 2 കൈ നീട്ടിയിട്ടാണ് സ്വീകരിക്കുന്നതെന്നുള്ളത്. പക്ഷെ അവന് അതിനുള്ള പുണ്യം കൂടി വേണമെന്നുള്ളത്. ഇതെങ്ങനെയാ? മഹാമായ നമ്മളെ ഇട്ടിട്ട് അങ്ങ് കറക്കും എന്നുള്ളതാ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം തന്നെ വീട്ടിൽ തന്നെ അമ്മ വിചാരിക്കും, ഓ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഈ കിച്ചണിൽ ഒരു പരിപാടി നടക്കത്തില്ല, ആരും ഒന്നും കഴിക്കില്ല, ചുമ്മാതാ. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? നല്ല സൂപ്പറായിട്ട് മാഗി ഉണ്ടാക്കും, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡും ഓംലേറ്റും ഉണ്ടാക്കും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളും കഴിച്ചിട്ട് അവര് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിനേക്കാളും രുചികരമായിട്ട് സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും ഇങ്ങനെയാ വിചാരിക്കും. അച്ഛനെന്താ വിചാരിക്കുന്നത്, ഞാൻ പോയിട്ട് അധ്വാനിച്ചുകൊണ്ട് വന്നും പൈസ കൊണ്ടുവന്നില്ല, ഓ ചുമ്മാതാ. അത് അദ്ദേഹം കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങനെയായി കഴിഞ്ഞാലും ഭഗവാനോടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്താ പറയുന്നത്, ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാൻ അങ്ങനെയാണ്, എന്നിൽ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ആ ഒരു ഭാവം
നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? ഞാൻ. അഹങ്കാരം. ഞാനാണ് ഏറ്റവും വലുത്, എന്നിൽ കൂടിയാണ് എല്ലാം പോകുന്നത്. ഞാനാണ് ഞാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒന്നുമല്ല ഭഗവാനെ, വേറെ അവിടെ മാർഗങ്ങൾ പലതും കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാ. ഭഗവാന്റെ ആ ലീലകളും ഭഗവാന്റെ ആ മായകളും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭഗവാൻ എന്താ, നമ്മൾ ഭക്തിയിൽ കുറച്ച് മുന്നോട്ട് വരുന്നെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മഹാമായയെ വിടും. മഹാമായയെ വിട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ആ ഭക്തിയെ പരീക്ഷിക്കും. ആ ഭക്തിയെ പരീക്ഷിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പല പല സ്ഥലത്ത് നിന്നും ഭയങ്കര സ്ട്രെസ്സുകളും അങ്ങനെ പല കാര്യങ്ങളും വന്നിരിക്കും. പക്ഷെ അതിൽ നിന്നിട്ടെല്ലാം നമ്മൾ അത് എനിക്കിരി വയ്യ, ഇത്രയെല്ലാം ഞാൻ ഭഗവാനെ വിളിച്ചു, കൃഷ്ണനെ വിളിച്ചു, എനിക്ക് കിട്ടുന്നത് എന്തുവാ, എനിക്ക് ദുഃഖമല്ലാതെ എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇനി ഞാൻ എന്നെ കൊണ്ട് വയ്യ, ഞാൻ വേറെ വേറെ ഏതെങ്കിലും ദേവതകളെ പൂജിക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൽ ചേരാൻ പോകും, അല്ലെങ്കിൽ അങ്ങനെ പല പല തോന്നലുകളും നമുക്ക് വരുത്തും. അത് ആരുടെ കളിയാ? ഭഗവാന്റെ തന്നെ കളിയാണ്. ഭഗവാൻ എന്താ, മായയെ വിട്ടിട്ട് നമ്മളെ പരീക്ഷിക്കുകയാണ്. പക്ഷെ ആ ഭഗവാനെ അങ്ങ് എത്ര വേണമെങ്കിലും എന്നെ പരീക്ഷിച്ചോളൂ, ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ പരീക്ഷണത്തിൽ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. സത്യമാ, എന്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്തിയിലൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് വന്നപ്പം വെറും ദരിദ്രവാസികളാക്കി കളഞ്ഞെന്നുള്ളതാ. കുത്തുപാള എടുത്ത് സ്ട്രീറ്റിൽ ഇറങ്ങേണ്ട ഗതികേട് വരെ. രണ്ടാളും ജോലി വിട്ടു, അതും നല്ല നല്ല ജോലികള്. രണ്ടാളും ജോലി വിട്ടിട്ട് ഇതിനകത്ത് സീരിയസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്നുള്ളതാ. അത്രയ്ക്ക് നമ്മളെ ഭഗവാനിട്ട് പരീക്ഷണത്തിന്റെ ആ തീച്ചൂളയിൽ ഇട്ടിട്ട് അതെന്നുണ്ടെങ്കിൽ കറക്കി എന്നുള്ളതാ. പക്ഷെ എന്തോ ഭഗവാന്റെ ഒരു ഇച്ഛയായിരിക്കും, തിരിഞ്ഞില്ല, പിന്തിരിഞ്ഞില്ല. പിന്തിരിയാതെ മുന്നോട്ട് കൂടുതൽ കൂടുതൽ വന്നതുകൊണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്താ, മഹാമായയിൽ നിന്ന് നമുക്ക് ഭഗവാൻ ആരുടെ ഇല കൊടുത്തത്? യോഗമായയിലേക്കാ കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. ആ യോഗമായയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനൊക്കെ, ഭഗവാന്റെ ആ നാമങ്ങളിൽ നമുക്ക് ജീവിക്കാനുമുള്ള ആ അനുഗ്രഹം നമുക്ക് തരും. അത് മാത്രമല്ല, പൂന്താനത്തിനെ കാത്തുരക്ഷിച്ചതുപോലെ, അല്ലെന്നുണ്ടെങ്കിൽ കുറൂരമ്മയെ കാത്തുരക്ഷിച്ചതുപോലെ, അല്ലെന്നുണ്ടെങ്കിൽ വില്ലമംഗല സാഹിബ് എന്താ വേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയും കൊണ്ടും ഭഗവാൻ താങ്ങി എവിടൊക്കെ എന്തൊക്കെ പുണ്യകാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമോ അതെല്ലാം ഭഗവാൻ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാ. അതുകൊണ്ട് നമ്മള് എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ അതിജീവിച്ച്, എന്റെ ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ജപ ജപ എന്താ, ശ്രീകൃഷ്ണ നാമാമൃതം, അതാണ് അമൃതാണ്. അതല്ലാതെ നീ ഈ വിഷത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ, വിഷം വെച്ചിട്ടുണ്ട്, അതേപോലെ അമൃതം വെച്ചിട്ടുണ്ട്. നീ വിഷം കുടിക്കണമെന്ന് നീയാ തീരുമാനിക്കണ്ടേ, അമൃതം കുടിക്കണമെന്ന് നീയാ തീരുമാനിക്കണ്ടേ. ആ അമൃതം പാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സമുദ്രം കടഞ്ഞിട്ടാണ് ദേവകൾക്കാണെന്നുണ്ടെങ്കിൽ അമൃത് കിട്ടിയത്. നമ്മൾ പഠിച്ചെന്നു എന്നുള്ളതാ. എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് അമൃത് കിട്ടിയത്. ആദ്യം വന്നത് എന്തായിരുന്നു? ആദ്യം വന്നത് എന്താ? കാളകൂടല്ലേ വന്നത്. ആ കാളകൂട വിഷമല്ലേ വന്നത്. മൊത്തം നശിപ്പിക്കാൻ ഉതകുന്നതായിട്ടുള്ള ആ കാളകൂട വിഷം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്തി വന്നു കഴിഞ്ഞാലും അമൃത് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളിൽ കൂടി പോവും. ആദ്യം നമുക്ക് എന്താ കിട്ടുന്നത്? കാളകൂട വിഷമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഭഗവാനെ ചീത്ത വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ഒരുപാട് കൃഷ്ണനെ സ്തുതിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് ഇതാണല്ലോ, എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, എന്താ നിനക്ക് കിട്ടാത്തത്? അത് പറ. നീ ഒന്നും അല്ലേ ഹെൽത്തി ആയിട്ട് നീ ജീവിക്കുന്നുണ്ടല്ലോ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് തന്നെ എത്രയോ മഹാഭാഗ്യം. ദൈവമേ, നിനക്ക് എന്തെല്ലാം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ആരോഗ്യമില്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഈ സൗന്ദര്യത്തിലോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനം ഇല്ലെന്നുള്ളത്. ഈ ഒന്നിന്റെയും പുറകിൽ നമ്മൾ മോഹിക്കരുത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗന്ദര്യം നോക്കിയിട്ട് ഒരുപാട് ആണുങ്ങൾ കിട്ടിയിട്ടുണ്ട് പെണ്ണുങ്ങളെ. പക്ഷെ കുറച്ച് ഒരു 10 വർഷം കഴിയുമ്പോഴുണ്ടല്ലോ, ഞാൻ തന്നെയൊക്കെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അയ്യോ, അന്ന് കണ്ടവരാണോ ഇവരെന്നുള്ളത്. നമ്മുടെ രൂപം തന്നെ നോക്ക്. സമയമാവുന്ന സമയത്തുണ്ടല്ലോ ഓരോരോ ഭാവങ്ങളിലും ഓരോരോ രൂപങ്ങളിലും നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആ ഭഗവാന്റെ ആ ഭക്തി വിടാതെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് എത്രയും കാര്യങ്ങൾ, നല്ല 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമുണ്ടോ അത് ചെയ്യുക. പിന്നെ അവരങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെ, നമ്മൾ എന്ത് വേണം? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം. അവർ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ, അവരുടെ പുണ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാപമായിരിക്കും അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. പക്ഷെ ആര് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും
പ്രഭാതിരെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഗുരുമഹാരാജിനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാട് പ്രഭാതിരേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ബോംബെയിലെ ജൂഹു മന്ദിറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നായർ തന്നെയായിരുന്നു, അദ്ദേഹത്തിന് കേസ് വരെ കൊണ്ട് കൊടുത്തിട്ട് കുടിക്കുക എന്നുള്ളതാ. ആദ്യം എന്താ അമ്പലത്തിന് ലാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭൂമി കൊടുക്കില്ല. ഭൂമി അപ്പോഴത്തേക്കും വില കൂടിയപ്പം കൂടുതൽ പൈസ ചോദിച്ചു. പക്ഷെ ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ടുള്ള പൈസയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവസാനം പറഞ്ഞു കുറെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് കഞ്ചാവും ചരസും ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് കുടിച്ച് ആടി. എന്തിനു പറയുന്നു, ഇസ്കോണിന് വൃന്ദാവനത്തിനെ പറ്റി ഞാൻ ഒരു പാർട്ടികളെ കൊണ്ടുവന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് നാട്ടിലൊക്കെ ചെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവിടെ എല്ലാരും ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കഞ്ചാവും ചരസും കുടിച്ചിട്ട് അവിടെ എല്ലാരും ഡാൻസ് കളിക്കുന്നതിന്. ആ മഹാഭാവിക്ക് അറിയാമോ, ഭഗവാന്റെ ആ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ആ അമൃത് പാനം ചെയ്തിട്ടാണ് ഇവരെല്ലാവരും ഡാൻസ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ എനിക്കായാലും എൻ്റെ മാതാജിക്കായാലും അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഒന്നിനെയോടും കെയർ ചെയ്യേണ്ട. നമ്മുടെ മാർഗം എന്താണ്? ഭഗവാനെ, അങ്ങ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നു, സർവശക്ത ശുദ്ധ കൃഷ്ണഭക്തി തരണേ. ആ ശുദ്ധ കൃഷ്ണഭക്തി എനിക്ക് വേറുള്ളവർക്കും കൊടുക്കാനുള്ള അനുഗ്രഹം തരണേ. ഭഗവാനോട് ആ പ്രാർത്ഥന മാത്രം വെക്കുക എന്നുള്ളതാ. ഹരേ കൃഷ്ണ. ഞാൻ പറയാൻ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ക്ലാസ് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. അതുകൊണ്ട് എന്താ ചില ആൾക്കാരെന്താ, അവരങ്ങനെ ഇവരെങ്ങനെയാ, ഞാനിപ്പം വിട്ടു. എങ്ങനെ നിങ്ങൾ വിട്ടുപോകുന്നത്? വിടാൻ എങ്ങനെയാ പറ്റുന്നത് നിങ്ങൾക്ക്? ഭഗവാൻ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക. ഭഗവാന്റെ ഇച്ഛ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ല. ഭഗവാനല്ല, അഥവാ ഇച്ഛ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പോകും. അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും എന്താ പറയുന്നത്, തരുക്കള് എങ്ങനെയാ, വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്കള് കൂടുതൽ ഉണ്ടാവുന്ന സമയത്തുണ്ടല്ലോ, അത് കുനിഞ്ഞാ വരുന്നേന്നുള്ളതാ. അതേപോലെ തന്നെ തൃണം, പുല്ലുകളെ തൃണാദവി സുനിജേന തരോരവി സകൃഷ്ണൻ അമാനീനും ആനതേന കീർത്തനീയ സദാകരി. എന്താ ചെയ്യേണ്ടത്? തൃണങ്ങളെ അവരുടെ പുറത്തുകൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? കുറേയും കൂടി ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല താഴ്ത്തി തരുവാന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 16 റൗണ്ട് ചാൻഡിങ്, അത് നാമ അപരാധം കൂടാതെ ചെയ്യുക. ആ നാമ അപരാധം കൂടാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അന്നേരം ഞാൻ ഐ മീ എന്നുള്ള ആ ഒരു ഭാവവും നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഭഗവാൻ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ഈ പൊണ്ണത്തടി കൊണ്ട് എന്തിനുമുള്ള എന്താ തെക്കേ തൂണില് അല്ല തെക്കേ വീട്ടിലെ തൂണിന് കൊള്ളാമെന്നോ അങ്ങനെ കണ്ട ഒരു പറച്ചിലുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ശരീരം കൊണ്ട് അത് ആ ആത്മാവ് പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താ, ആ ഭഗവാനാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. അന്നേരം ആ ഭഗവാന്റെ ഇച്ഛയാണിത്. നമുക്ക് ഹരിദാസ് ഠാക്കൂർ ആരായി? നാമാചാര്യനായി എന്നുള്ളതാ. ആ നാമാചാര്യന് അത് ഹരിദാസ് ഠാക്കൂർ ആരായിരുന്നെന്നറിയാമോ? മുസ്ലിം ആയിരുന്നു എന്നുള്ളതാ. യവനനായിരുന്നു. പക്ഷെ അതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിച്ചു. പബ്ലിക് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ 100 ചാട്ടവാറടിയോ കണ്ട് അവിടുത്തെ അന്നത്തെ ആ ഭരണാധികാരി ശിക്ഷ കൊടുത്തു. പക്ഷെ ആ ചാട്ടവാറ് പബ്ലിക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ചാട്ടവാറ അടിക്കുന്നു. പക്ഷെ ചാട്ടവാറെല്ലാം കൊള്ളുന്ന ആർക്കായിരുന്നെന്ന് അറിയാമോ? ചൈതന്യ മഹാപ്രഭുവിനായിരുന്നു എന്നുള്ളതാ. അതാ പറയും, നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം ഭഗവാൻ ഹരിച്ചു തന്നുള്ളൂ. ഹരിയുടെ നാമം തന്നെ എന്താണ്? എല്ലാ ദുഃഖങ്ങളും ഹരിക്കുന്നവനാണ് ഹരി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിച്ചോണ്ട് പൊക്കോളും. നമുക്ക് ആനന്ദവും സംതൃപ്തി സന്തോഷവും തരും. ഇനി ഇതേപോലെ കൂടുതൽ പ്രോഗ്രാമുകൾ വെക്കുക. നല്ല നല്ല ആചാര്യന്മാര് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്നെങ്കിലും മലബാറിൽ നിന്നൊട്ട് കന്യാകുമാരി വരെയുള്ള ആൾക്കാരെല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. സന്തോഷമായിട്ട് അമൃത് നുകർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. അവിടെ കണ്ണൻ വരും. കണ്ണന്റെ കൂടെ ചിലപ്പോൾ രാധയും കാണുമെന്നുള്ളതാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ നമ്മൾ മാതാജി. നാരായണത്തിലേക്ക് മാതാജി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു വൈറ്റമിൻ ഗുളിക പോലെ ഇതേപോലെ ഒന്ന് പറഞ്ഞു തരണം. കുറെ ഒത്തിരി മനസ്സിലായി. അതെ, ഞാൻ പറയാറുണ്ട്. അവിടെ വന്ന ആളാ മാതാജി. ഞാൻ ആരാണിത്? മാതാജിയുടെ പാദത്തിൽ തൊട്ട ആള്. അവിടെ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മിനി മാതാജി. ഹരി പോലെ. അതാ പറഞ്ഞത്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ,
ഈ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതും ആരാ പറയിപ്പിക്കുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ലെന്നേ. ഞാൻ എന്താ പറയാനെ കൊണ്ട്, ഞാൻ ആരാ പറയാനെ കൊണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ആ ഭഗവാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഡോസ് ആവശ്യമെന്ന് കാണുന്ന സമയത്തുണ്ടല്ലോ, ഭഗവാൻ സ്വയമാണെന്നുണ്ടെങ്കിൽ പറയിപ്പിക്കുന്നതാ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഒരു മിനിറ്റ് ഞാൻ കഥ തുറന്ന് നിർത്തിട്ട് ഓ ഹരിപ്പോൾ ആര് ഹരേ കൃഷ്ണ. പ്രഭുജിയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. അന്നേരം കഥ തുറന്നു കൊടുക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ, ഹരിബോൾ. എന്നിട്ട് അങ്ങനെ നമ്മളാരുമല്ല പറയാനെ കൊണ്ട്, നമ്മളൊന്നും പറയുന്നതുമില്ല. എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് എന്താ നമ്മള്, ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ചെയ്യുന്നു, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള, ഞാൻ ചെയ്യുന്നു എന്നല്ല, എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു, അങ്ങനെയുള്ള ആ ഒരു ഇതില് വെക്കണം. ഹരേ കൃഷ്ണ. ഹരിപോൾ. ഒരു മിനിറ്റ്. പ്രഭുജി നേരത്തെ കിടന്ന് ഉറങ്ങുമായിരിക്കും. എല്ലാം പ്രഭുജി പാലൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കഥ അടച്ചേര്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഇത്തിരി സമയമായി, നമുക്ക് കേൾക്കാൻ നല്ല ഇതാണ്. നമ്മൾ എന്താ പഠിച്ചത്? ഭഗവാന്റെ ബാലലീലകളല്ലേ പഠിച്ചത്. പിന്നെ ബാലലീലകൾ പഠിക്കുമ്പോൾ കണ്ണൻ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കുസൃതികൾ കാണിക്കും എന്നുള്ളതാ. അതാണ് എന്താ, തുളസി പോലും തുളസി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രിയ ഭക്തയാണ്. തുളസി ഇല്ലാതെ, തുളസിയില ഇടാതെ കൊണ്ട് ഒരു പ്രസാദവും ഭഗവാൻ സ്വീകരിക്കുന്നതല്ല എന്നുള്ളതാണ്. അത് തുളസിക്ക് കൊടുത്ത ഒരു വരദാനമാണെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തുളസിയുടെ അവിടെയൊക്കെ ഭഗവാനെ കണ്ടത്, അതും ഭഗവാന്റെ ഒരു മായ. അന്നേരം ഭഗവാൻ എന്താ കാണിച്ചു തരുക? എന്റെ പ്രിയ ഭക്തരുടെ കൂട്ടത്തില് ഞാൻ എപ്പോഴും കാണും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത് തതന് ചരണചാരി. നമ്മൾ ഇന്നലെ 5 വരെ വായിച്ചു. ഇനി അടുത്തത് 6-ലേക്ക് പോവാം. തതനു ചരണചാരി ദാരകേ സാഗമാര നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലേ പവനശുഖവിലാളാൻ വത്സഹാജാനുദാവാൻ കഥമവികൃതകാസേ ഗോപകീ വാരിദോഭൂ. തതനു ചരണചാരി ദാരകേ സാഗമാരാൻ നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലേ പവനശുഖവിലാലാൻ വത്സഹാജാനുദാവാൻ കഥമവികൃതകാസേ ഗോപകീ വാരിദോഭൂ. തതനു ചരണചാരി ദാരകേ സാഗമാരാൻ നിലയതതിഷുഹേലൻ ബാലചാബല്യശാലേ പവനശുഖവിലാലാൻ വത്സഹാജാനുദാവാൻ കഥമവികൃതകാസേ ഗോപകീ വാരിദോഭൂ. തതനു ചരണചാരി താരകേ സാഗമാരാന് നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലി പവനശുഖവിലാലാൻ വത്സഹാജാനുദാവാൻ കഥമവികൃതകാസേ ഗോപകീർ വാരിദോഭൂ. തതനു ചരണചാരി ദാരകേ സാഗമാര നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലേ പവനശുഖവിലാലാൻ വത്സഹാജാനുദാവാൻ കഥമവികൃതകാസേ ഗോപകീ വാരിദോഭൂ. വായിക്കാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. തതനു ചരണചാരി ദാരകൈ സാഗമാര നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലി പവനശുഖവിലാളൻ വത്സകാം ചാനുദാവൻ കഥമവികൃതകസേ ഗോപകൈർവാരിദോഭൂ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. തതനു ചരണചാരി ദാരഹൈ സാഗമാര നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലി ഭവനശുഖവിതാളൻ വത്സകാചാനുദാവാൻ കഥമവിഹൃതഹൈസാർ ഗോപകൈർ വാരിദോ അഭൂം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. തതനു ചരണചാരി ദാരകേ സാഗമാര നിലയതതിഷു ഹേലൻ ബാലചാബല്യശാലി ഭവനശുഖവിലാളാൻ വത്സകാഞ്ചനാനുദാവാൻ
കഥമപി കൃത ഹാസൈർഗോപകൈർവാരിതോ ഭൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ഗോവിന്ദ, ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തദനുചരണചാരി ദ്വാരകൈസാകമാരാ നിലയതിഷു കേലൻ ബാലചാപല്യശാലി ഭവനശുഖബീഡാളൻ വസ്തകാംശാനുധാവൻ കഥമപി കൃതഹാസൈർ ഗോപകൈർവാരിതോ ഭൂം. ഹരേ കൃഷ്ണ. ഹരി ഗോ, ഹരേ കൃഷ്ണ. നോക്കൂ, രണ്ടോ മൂന്നോ തവണ വായിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ എത്ര നല്ലതായിട്ടാ വായിക്കുന്നത്. അത് തന്നെ ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണെന്നുള്ളത്. അല്ലെങ്കിൽ സംസ്കൃതം അല്ലേ, നമുക്ക് എന്തോ സംസ്കൃതത്തെ പറ്റി അറിയാം. മലയാള അക്ഷരങ്ങളാണെന്നുണ്ടെങ്കിലും വേർഡ്സുകൾ മൊത്തം സംസ്കൃതമാണെന്നുള്ളതാണ്. പിന്നെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമാണ് നിങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. തദനു ചരണചാരി ധാരകേ സാഹമാര. ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചരണചാരി, പിന്നെ നടന്നു തുടങ്ങി. ഇന്നലെ നമ്മൾ പിച്ച വെച്ച് നടക്കുന്നതായിട്ട് കണ്ടത് അല്ലെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? നടന്നു തുടങ്ങി. നിലയതീശുഹേലൻ ബാലചാബല്യശാലി. അങ്ങനെ വീട്ടിൽ മാത്രമല്ല, ഇപ്പോഴാ നമ്മളെല്ലാരും എന്താ വലിയ മതിലും കെട്ടി ഒരു ഗേറ്റ് വിട്ടിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുവാന്നുള്ളതാ. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. മതിലും ഇല്ല, ഗേറ്റും ഇല്ല. അങ്ങോട്ടും ഞാൻ കയ്യാലം ചാടി ഈ കയ്യാലം ചാടി എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയിരിക്കും കാണുന്നതെന്നുള്ളത്. അങ്ങനെ അയൽവീടുകളിൽ തോറും ഇങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയും കുട്ടികളുമായിട്ട് ഇന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത് ആ സാഹചര്യമേ അങ്ങ് മാറിപ്പോയെന്നുള്ളതാണ്. ഇപ്പൊ ഇത് ഭഗവാൻ എന്താ ചെയ്യുന്നത്? നടന്നു തുടങ്ങിയപ്പോൾ വീട്ടിലൊന്നും ഇരിക്കാൻ ആശാനും മനസ്സില്ല. എന്താ ചെയ്യുന്നത്? അയൽവീടുകളിലെ മറ്റു കുട്ടികളുടെ കൂടെ പോയിട്ട് കളിക്കുക ചെയ്യുന്നത്. ഭുവനസുഖമില്ലാളാൻ വത്സക ചാനുദാവാൻ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വത്സകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്നുകാലികളെ, കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ചെന്ന് ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങും. കഥമ വികൃതകാസി ഗോവകെ വാരിതോ. അത് സുഖവിലാളൻ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കന്നുകുട്ടികൾ ഉണ്ടാവും, പിന്നെ വളർത്തുതത്തകൾ ഉണ്ടാവും, പൂച്ചകൾ ഉണ്ടാവും. ഇതിനെല്ലാം ചെന്ന് ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങും. പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തുവാ? കഥമ വികൃതകാസി ഗോവകി വാരിതോ ഭൂ. ഗോവന്മാര് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവരെ ഈ ഭഗവാന്റെ ഓരോ ലീലകൾ കണ്ടിട്ടും എന്തുമാത്രം ആനന്ദിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഗോപന്മാരും ഗോപികമാരും എന്നുള്ളതാണ്. എന്നിട്ട് പശുക്കുട്ടികളെയൊക്കെ അഴിച്ചുവിടാനൊക്കെ തുടങ്ങും. അവരാണെന്നുണ്ടെങ്കിൽ തടുക്കും. ഗോപന്മാർ ഓടിച്ചെന്നിട്ട് കുട്ടിയെ തടുക്കുന്നത് ഇതിൽ പറയുന്നത്. ഫലദരസഹിസ്തം എത്ര എത്രോപയാതോ വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോഭ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃതാപത്യവൃത്യ മുരഹരമുരം മുഹരത്യന്താകുലാ നിത്യമാസന്നേ. ഫലദരസഹിസ്തം എത്ര എത്രോപയാതോ വിവശപതി നേത്ര തത്ര തത്രൈവ ഗോഭ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃതാപത്യവൃത്യ മുരഹരമുരഹത്യന്ത്യാകുലാ നിത്യമാസന്നേ. പ്രഭുജിക്ക് കൊടുക്ക്. പ്രഭുജി നേരത്തെ ഉറങ്ങും. കലധരസഹിസ്തം എത്ര എത്രോപയാതോ വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോഭ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃതാപത്യവൃത്യ മുരഹരമുഹരത്യന്ത്യാകുലാ നിത്യമാസന്നേ. കലധര സഹിസ്തം എത്ര എത്രോപയാത വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോഭ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃത പത്യവൃത്യ മുരഹരമുഹരത്യന്ത്യാകുല നിത്യമാസന്ന്. ഹരേ കൃഷ്ണ. വായിക്കാൻ പറ്റുമോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഫലധര സഹിതസ്തം യത്ര യത്രോപയാത വിവശ്യത പരിത നേത്ര തത്ര തത്രൈവ ഗോപ്യ വിഹലിത ഗൃഹ കൃത്യ വിസ്മൃത പത്യഭൃത്യ മുരഹര മുഹുര അന്ത്യകുല നിത്യമാസാൻ. മുഹരത്യന്താകുല നിത്യമാസന്ന്. അത്യന്താകുല നിത്യമാസന്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഫലധര സഹിത തത്വം യത്ര യത്രോപയാതോ വിവശപതി ദാനേത്ര അസ്ത്ര തത്രൈവ ഗോഹ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹര അത്യന്തകുല നിത്യമാസന്ന. ഹരേ കൃഷ്ണ. ഹരി ബോൾ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഫലധര സഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിത നേത്രാസ്ത്ര തത്രൈവ ഗോപ്യ വിഗളിത ഗ്രഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ
മുരഹര മുഹൂരന്ത്യ കുലാ നിത്യമാസാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരിപോൾ. ഇനി ഒരു പ്രവചി കൂടെ വായിക്കൂ. ഇപ്പൊ ഹരേ കൃഷ്ണ ഹലധര സഹിതസ്ത്വം. ഹരേ കൃഷ്ണ മാതാജി. ഹലധര സഹിതസ്ത്വം യത്ര യത്രോപയാത വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോപ്യ വിഗളിത ഗൃഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വേറെ ആരോ വായിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ, അവരോട് വേണമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഫലധര സഹിതസ്ത്വം ഗോപ്യ വിഗളിത വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹൂരത്യന്താകുല നിത്യമാസൻ. നിത്യമാ ഹലധര ഹരിസ്തം എത്ര എത്രോപയാതോ. അല്ലേ ഭഗവാനെ, വിഷ്ണുവേ, മുരാരേ. എന്താണ് ഭഗവാന് ഹലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലരാമന്, ഹലനും അങ്ങയും ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഹലധര ഹരിസ്തം എത്ര എത്രോപയാതോ. എന്തെല്ലാം കുസൃതികളാണ് എവിടെയെല്ലാം ചെന്നിട്ടാണോ ചെന്നിരിക്കുന്നത് അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും എന്നുള്ളതാണ്. വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോപ്യം. ഈ കൊച്ചുകളെ കാണാനേ എല്ലാവർക്കും സമയമുള്ളൂ. വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല എന്നുള്ളത്. ഗോപന്മാരും ഗോപിമാരും എല്ലാം ഈ കൊച്ചുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ഇങ്ങനെ നോക്കി അതിശയമായിട്ട് ഇങ്ങനെ ആന്നും പറഞ്ഞിട്ട് പൊളിച്ച് നിന്നിട്ട് നോക്കുക എന്നുള്ള. അവരെന്താ കുട്ടികളെ നോക്കാൻ സമയം. വികളിത ഗ്രഹത്തിലെ എല്ലാ കാര്യങ്ങളും അവർ വിസ്മരിച്ചു പോവുകയാണെന്നുള്ളതാ. ഭൃത്യന്മാരെ ജോലിക്കാരെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും അതേപോലെ തന്നെ. അല്ല മുരഹര ഹേ വിഷ്ണു, എന്താ മുഹരത്യന്ത്യുകുല നിത്യമാസന്. അങ്ങയുടെ ഈ ലീലകളില് അവരെല്ലാവരും പരവശകളായി തീർന്നു എന്നുള്ളതാണ്. അവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനും സമയമില്ല, വേറെ ഒന്നും അവർക്ക് ചെയ്യാനും വയ്യ. ഇവരുടെ ലീലകൾ കണ്ടുകൊണ്ട്, ഭഗവാന്റെ ബലരാമന്റെ ലീലകൾ കണ്ടുകൊണ്ട് അവരിങ്ങനെ അത്യന്തം പരവശകളായി തീർന്നു എന്നുള്ളതാണ്. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചന് കലപദമുപഗായൻ കോമളങ്കാവി നിർത്തന്നെ സദയുവതിലോകി അർപ്പിതം സർപ്പരസ്നൻ സ്വജനവനവവിവക്കം ദുക്തമഭ്യാവിഭസ്ത. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചന് കലപദമുപഗായൻ കോമളങ്കാവി നിർത്തന്നെ സദയുവതിലോകീരർപ്പിതം സർപ്പരസ്നൻ സ്വജനനവവിവക്കം ദുക്തമഭ്യാവിഭസ്ത. പ്രതി നവനവനീതം ഗോപിക ദത്തമിച്ചൻ കലപദമുവഗായൻ കോമളം കാവി നിർത്തൻ സദയ യുവതിലോകി അർപ്പിതം സർപ്പിരസ്നൻ ക്വജന നവവിവക്കം ദുക്ത അഭ്യാവിഭസ്തം. സദയ യുവതിലോകി അർപ്പിതം സർപ്പിരസ്നൻ ക്വജന നവവിവക്കം ദുക്ത അഭ്യാവിഭസ്തം. വായിക്കാൻ പറ്റൂ? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. പ്രതിനവനീതം ഗോപികാദത്തമിച്ചൻ കളപദമുപഗായൻ കോമളങ്കാവി നൃത്യൻ സദയുവതി ലോകൈകരാർപ്പിതം സർപ്പരീശൻ ക്വചന നവവിവക്വം ദുക്തമാവ്യാവിവസ്തം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചൻ കളപദ ഉപാഗായകൻ കോമളം കോപി നൃത്യൻ സദയ യുവതി ലോകൈ അർപ്പിതം സർപ്പിരസ്നൻ ക്വചന നവവിഭകം ദുക്തമാപ്യാഭിഭസ്ത്വം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വാസുദേവായ ഹരേ കൃഷ്ണ. വായിച്ചോളൂ വായിച്ചോളൂ. ദത്തമിശ്ചൻ കലപദമുക്തായൻ കോമലം ഗോപി നൃത്യൻ സദയ യുവതി ലോകയം സർപ്പിരസ്നൻ ക്വചന നവവിഭക്വം ദുക്തമപ്യാപിഭസ്ത്വം. ഹരേ കൃഷ്ണ. ഹരിബോൾ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചൻ കലപദമുപഗായൻ കോമളം കാപ്പി നിർത്തൻ സദേ യുവതി ലോകൈകാർപ്പിത സർപ്പിരശ്യൻ ക്വചന
വിഭക്കം ദുഗ്ധമപ്യാവിവസ്തം. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചി മാതാജി. വായിച്ചോളൂ. ഒരു പ്രവചി വായിക്കേ. ഹരേ കൃഷ്ണ. രണ്ടുപേരും വായിച്ചോ. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം കാവിനിത്യൻ സദയയുവതിരോഗൈമർപ്പിതം സർപ്പിരശ്നൻ വചന നവവി വിവക്വം ദുഗ്ധമാപ്യാപിവസ്തം. ഹരേ കൃഷ്ണ. ഹരി ബോൽ. പ്രതിനവനീതൻ ഗോപികാദത്തമിച്ഛന് കളപദമുപഗായൻ കോമളം കാവിനിത്യന് സദയുവതി ലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിഭക്കം ദുഗ്ധം അപ്യാവിഭസ്തം. നവനീതം ദിവസം എന്താ ഗോപികമാരെന്താ കൊടുക്കുന്നത്? നവനീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കൊടുക്കും. എല്ലാവർക്കും വെണ്ണ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരുടെ വെണ്ണയൊക്കെ കക്കാൻ തുടങ്ങിയിട്ടില്ല, അത്രയും പ്രായമായിട്ടില്ല. എന്നിട്ട് എല്ലാവരുടെയും വീട്ടിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടും. കൃഷ്ണ ഭഗവാനെ എന്താ നോക്കുപോലും 14 ലോകത്തിന്റെ അധിപനായിട്ടുള്ള ഭഗവാന് ഇപ്പോഴെന്താ ചെയ്യുന്നത്? നേരെ കൈ നീട്ടുന്നു. കൈ നീട്ടിക്കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും? അന്നേരം ഓരോ കണ്ടീഷൻ വെക്കും. നൃത്തമാടൂ കണ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാമേട, നൃത്തമാടൂ, നൃത്തം ചെയ്യേ, നിനക്ക് വെണ്ണ തരാം, അല്ലെങ്കിൽ ഒരു പാട്ട് പാട്, നിനക്ക് വെണ്ണ തരാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെണ്ണ കൊടുക്കുന്ന സമയത്ത് എന്ത് പറയും? അടുത്ത കയ്യിൽ ഈ കൈക്ക് എന്ത് തോന്നും? ഈ കൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈക്ക് സങ്കടം വരത്തില്ലേ? ഈ കൈക്ക് എന്ത് തോന്നും? രാവിലത്തെ പാല് എന്നെ ചൂടാക്കിട്ട് അല്ല അവർത്തന. എന്നിട്ട് ഈ കൈക്ക് എന്ത് തോന്നുമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കയ്യിലും വെള്ളം വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് വെണ്ണ ഇങ്ങനെ കഴിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് കുടുങ്ങുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും. എന്നിട്ട് എന്നിട്ട് ശ്വാസം കിട്ടാതൊക്കെ ഇങ്ങനെ ഓരോരോ ആക്ടിങ് കാണിക്കും എന്നുള്ളത്. അന്നേരം എന്ത് ചെയ്യും? ഗോപികമാര് നല്ല ചൂടുള്ള പാല് കൊണ്ടു കൊടുക്കും. ചൂടുള്ള പാല് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടിങ് കാണിക്കുന്നുള്ള. എന്നിട്ട് നേരെ ചൂടുള്ള പാല് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ആശ്വാസമായി. എന്താ വെണ്ണയാണെന്നുണ്ടെങ്കിൽ ആ ചൂടുള്ള പാലിനകത്താണെന്നുണ്ടെങ്കിൽ അലിഞ്ഞിട്ട് അകത്ത് പോയി. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ആശ്വാസമായി. ആശ്വാസമായി എന്നുള്ളതാണ് എന്ന് പറയൂ എന്നുള്ളതാണ്. കളമതമുപകായം കോമളം കാവി നിർത്തിന്. ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരങ്ങളായിട്ടുള്ള പാട്ട് പാടിയിട്ട് വെണ്ണ വാങ്ങിച്ച് കഴിക്കും. സദയുവതി ലോകീർ അർപ്പിത സർപ്പിത. മറ്റേ ചിലയിടത്തോ നെയ്യ് അകത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? കൊജൻ നവവിഭക്കം ദുഃഖം അഭ്യാവിവസ്ഥ. അയ്യോ, വെണ്ണ തിന്നിട്ട് ഞാൻ ഇപ്പം ചാവുക എന്ന് പറഞ്ഞ് എന്റെ തൊണ്ടയ്ക്ക് കുടുങ്ങി എന്ന് പറഞ്ഞു. ഇപ്പൊ ഉടനെ ചൂടുണ്ട്, ആ ചൂടുപാല് കൊണ്ട് പറഞ്ഞിട്ട് ആക്ടിങ് കാണിക്കും. ഭഗവാനെ 9 ലക്ഷം പശുക്കളാ ഭഗവാന്റെ വീട്ടിലുള്ള. അതിനകത്ത് 350 എണ്ണത്തിന് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്നിട്ടും പിന്നെ ഏറ്റവും സുഗന്ധിതമായിട്ടുള്ള പാലും വെണ്ണയും തൈരും ഒക്കെ ഭഗവാൻ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് വെറും ഒരു ക്ലാസ്സിൽ പോലും പോവാത്ത വെറും നിരക്ഷരായിട്ടുള്ള ഈ ഗോപികമാരുടെ വീട്ടിൽ ചെന്നിട്ട് എങ്ങാണ്ട് വൃത്തിയോ വീടവൃത്തിയോ പോലും കാണുമോ ഭഗവാനെ? ആ വീട്ടിൽ ചെന്നിട്ട് വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വേലകൾ കണ്ടില്ലേ ഭഗവാനെ? കണ്ണന്റെ മായകൾ ഈ ലോകത്തിൽ ആർക്കറിയാം? മമഹലി വെലികേ അജനം ജാതമാസ്തായിക പുനരവലാനാഗ്രഹോ നൈവ കുർവേ ഇത് വിഗതമതിവിതയ്ക്കും ദേവസന്ധരികൃതമഹരസ്തം ചാരുണാചോരണേന. മമ ഹലു വെലികേ യാചരം ജാതമാസ്താ ഇക പുനരവലാനാഗ്രഹോ നൈവ കുർവേ ഇത് വിഗതമതി കിം ദേവ സന്ധരികൃതമഹരസ്തം ചാരുണാചോരണേന. മമ ഹലു ബലിഗേഹീയാജനം ജാതമാസ്ത ഇക പുനരബലാന അഗ്രതോ നൈവ കുർവേ. അബലാന അഗ്രതോ നൈവ കുർവേ ഇത് വിഗതമതികിം ദേവ സന്ധരികൃതമഹരസ്തം ചാരുണാചോരണേന. ഇത് വിഗതമതികിം ദേവ സന്ധരികൃതമഹരസ്തം ചാരുണാചോരണേന. മമ ഹലു ബലിഗേഹേ യാചനം ജാതമാസ്ത
ഇക പുനര അവലാന അഗ്രതോ നൈവ കുറുവേ ഇത് വിഹിതമതി കിം ദേവ സന്ധിജ്യ യാച്ച ദധികൃത മഹരസ്ഥം ചാരുണ ചോരണേന. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മമ ഖലു ബലിഗേഹേ യാജം ജാതമസ്താം ഇഹ പുനരബലാനാമ നൈവ കുറുവേ ഇതി വിഹിതമധികം ദേവ സന്തുഭ്യവാഞ്ചാം തദിഹൃതമകരസ്ത്വം ചോരണേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. മമ ഖലു വായിച്ചോ. ബലിഗേഹേ യാചനം യാതമാസ്താമിക പുനരവല അഗ്രതോ നൈവ പൂർവേ ഇതി വിഹിതമതി കിം ദേവ സത്യയാജ്യായാചാം ദധികൃതമകരസ്ഥം ചാരണാചോരണേന. ഹരേ കൃഷ്ണ ഹരി മാതാജി. ബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, അടുത്താൾ ഹരേ വായിച്ചോളൂ. കൃഷ്ണ മാതാജി. മമ ഖലു ബലിഗേഹേ യാജനം ജാതമാസ്ത മിമ പുനർ അബലാ നാമാഗ്രതോ നൈവ പൂർവേ ഇതി വിഹിതമതി കിം ദേവ സംതൃപ്ത്യയാഞ്ചാം ദിദിഹൃതമഹരസ്ത്വം ചാരുണാ ചോരണേന. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. ഒരു പ്രവചിയോടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. Yeah. മമ ഖലു ബലിഗേഹേ യാചനം ജാതമസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുറുവേ ഇതി വിഹിതമതി കിം ദേവ സന്ധിജ്ഞാം ദധികൃതമഹരസ്ത്വം ചാരുണ ചോരണേന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അങ്ങനെ മമാഹലു ബലിഗേഹ യാചന, ഞാൻ ബലിയുടെ ഗ്രഹത്തിൽ പോയിട്ട് യാചിച്ചു. ഇനിയിപ്പൊ എനിക്ക് യാചിക്കാനൊന്നും വയ്യ. അതിനെന്താ ചെയ്യുന്നേ നോക്കൂ. ഇഹ പുനരബലാന അഗ്രതോ നൈവ കുറുവേ. ഇനിയിപ്പം എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കു പോലും. ഇത് വിഹിതമതിക്കും ദേവ സന്ധിജ്യാചാം. പെണ്ണുങ്ങളെ മുമ്പില് ഇനി ഞാൻ യാചിക്കാനേ പോകുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ദേതികൃത മഹാരാഷ്ട്രം ചാരുണാ ചോരണേന. ഞാൻ ഇനി എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് കട്ടെടുക്കാൻ പോവുക. ആരോടും ചോദിക്കാനും പറയാനും ഒന്നും പോകുന്നില്ല. അവരുടെ വീട്ടിലെ എല്ലാ സാധനവും എന്റേതാ. അതുകൊണ്ട് ഞാന് ഇനി എന്റേതാന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് ഞാൻ ഇനി ചോരി ചെയ്യാൻ പോവുക. എന്താ പറയുന്നത്? കട്ട് കഴിക്കാൻ പോവുക. ചാരുണ ചോരണീന. ഇനി ഞാൻ ഒരു മനുഷ്യരോടും ഒന്നും ചോദിക്കാൻ പോകും. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും, നൃത്തം ചെയ്യിപ്പിക്കും, അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വലിയ അടങ്ങരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ ഓരോ പണികളും എന്നെ കൊണ്ട് ചെയ്യുക. പണ്ടത്തെ വാമനാവതാരത്തിൽ ഞാൻ ഉണ്ടല്ലോ ബലിയുടെ വീട്ടിൽ ചെന്നിട്ട് യാചിച്ചു. ഇനി എനിക്ക് യാചിക്കാനൊന്നും വയ്യ. ഞാൻ ഇനി എന്താ ചെയ്യാൻ വന്നത്? ചാരുണ ചോരണീന. ഞാനിനി കിട്ടുന്നതെല്ലാം ചോര് ചെയ്തിട്ട് കട്ടിട്ട് തിന്നും കുടിക്കാനും പോവുകയാണെന്നുള്ളതാ. കൃഷ്ണ. മോഷണം തുടങ്ങി എന്നുള്ളത് ഇനി അടുത്തത്. തപദ്ധതികൃത അന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഭഗവാൻ മോഷ്ടിച്ചപ്പോ എല്ലാവർക്കും സന്തോഷം വന്നതെന്നുള്ള. അതേസമയം വേറെ അതെന്തുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിട്ട് അവനെ പിടിച്ച് ശരിക്ക് തല്ലും, അല്ലെ? തല്ലിയിട്ട് പിന്നെ പോലീസിന്റെ കയ്യിൽ കൊടുക്കും. ഇതാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. തവധൃതമോഷേ ഘോഷയോഷാദിനാനാഭജതഹൃതിരോഷോ നാവകാശം നശോഹ ഹൃദയഭൂഷിത്യ ഹർഷസിന്ധോ നദാസ്ത സമമാ സമയാരോഹാൻ വാദഗേഹാദിനാഥ. തവധൃതമോഷേ ഘോഷയോഷാദിനാനാ അഭജതഹൃതിരോഷോ നാവകാശം നശോഹ ഹൃദയമവിമുഷ്യത്യ ഹർഷസിന്ധോ നിദാസ്തം സ മമ സമയരോഹാൻ വാദഗേഹാദിനാഥ. തവധൃതമോഷേ ഘോഷ യോഷാജനാന അവജതഹൃതിരോഷോ നാവകാശം നശോഹ ഹൃദയമവിമുഷ്യത്യ ഹർഷസിന്ധോ നദാസ്തം സ മമ സമയരോഹാൻ വാദഗേഹാദിനാഥ. തവധൃതമോഷേ ഘോഷയോഷാജനാന അവജതഹൃതിരോഷോ നാവകാശം നശോഹ ഹൃദയമവിമുഷ്യത്യ ഹർഷസിന്ധോ നദാസ്തം സ മമ സമയരോഹാൻ വാദഗേഹാദിനാഥ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തവധൃതമോഷേ ഘോഷയോഷാജനാന അപജതഹൃതിരോഷോ നാവകാശം നശോഹ ഹൃദയമവിമുഷ്യത്യ ഹർഷസിന്ധോ നദാസ്തം സ മമ സമയരോഹാൻ വാദഗേഹാദിനാഥ. ഹരിപോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. തവധൃതമോക്ഷേ ഘോഷയോഷാജനാന
അപവജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമവിമൂഷിത്വ ഹർഷസിന്ധൗ നൃതാത്വം സമമ ശമയാ രോഗാൽ വാതകേകാദിനാഥ സർവത്ര ഗോവിന്ദ നാമ ഹരേ സങ്കീർത്തനം കൃഷ്ണ. ഗോവിന്ദ ഹരിബോൾ. ഗോവിന്ദ. ഹരേ ആ, കൃഷ്ണ. ഇനി അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോഷേ ഘോഷയോഷാജനാനാം അഭജത ഹൃദിരോഷാവകാശം ന ശോകഃ ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗ ന്യാധാസ്ത്വം നിർദാസ്തം. നദാസ്ത്വം സമമയരോഗാൻ വാതഗേഹാദിനാദാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി. വായിച്ചോ വായിച്ചോ. നമോ ഭഗവതേ വാസുദേവായ. തവദധികൃതമോക്ഷേ ഘോഷയോജനാനാം അഭജത കൃതിരോഷോ നാവകാശം നാശോക ഹൃദയമവിമുഷിത്ത ഹർഷസിന്ധോ നൃതാസ്തം സമമ ശമേ രോഗാൻ വാതഗേഹാതിനാഥ സർവത്ര ഹരേ കൃഷ്ണ. ഇപ്പൊ വായിച്ച മാതാജി വായിച്ചോളൂ. ആ, ഹരേ കൃഷ്ണ. വായിക്കാൻ തുടങ്ങിയത് വായിച്ചോ. ആ, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തവദധികൃതമോഷേ ഘോഷയോഷാജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗ നദാസ്ത്വം സമമ ശമയ രോഗാൻ വാതഗേഹാദിനാഥ സർവത്ര നാമ ഹരിബോൾ. ഗോവിന്ദ ഹരേ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആ, ഇനി ഒരാളോട് സർവത്ര വായിച്ചോളൂ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ ഓം നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തവദധി ഹൃതമോഷ ഘോഷയോഷ ജനാന അഭജത ഹൃദിരോഷോ ശോക ഹൃദയമഭിമുഷിത്വ ഹർഷസിദ്ധൗ സമമ ശമയ രോഗാൻ വാതഗേഹാദിനാഥ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ആ, ഇനി ഒരു ഹരേ പ്രവചനം കൃഷ്ണ. വായിച്ചോളൂ. ഒരു പ്രവചനം വായിക്കേ. ഹരേ കൃഷ്ണ. ഒരു പ്രവചനം വായിച്ചോളൂ. ഇട്ടിട്ട് ഹരേ പോയാ? കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. തപദ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ആ, വായിക്കേ. തപദധികൃതമോഷ്ടേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി മോഷോ നാവകാശം ശോക ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗ നൃതാസ്ത്വം സമമ ശമയ രോഗാൻ വാതഗേഹാദിനാഥ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അങ്ങനെ എന്താ ദധികൃത മോശയോഷ ജനാന. എന്നിട്ട് ഈ എല്ലായിടത്തും ചെന്നിട്ട് വെണ്ണിങ് അത് ഇതും ഒക്കെ കട്ട് ചെയ്യുന്നു. പക്ഷെ ഗോപികമാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ കോപം ഉണ്ടായിട്ടില്ല, പക്ഷെ താപവും ഉണ്ടായില്ല എന്നുള്ളത്. എന്താ അവരാണെന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുക. എപ്പോഴാ കണ്ണം വരുന്നത്? ആ നന്ദഗോപന്റെ ചോരൻ എപ്പോഴാ വരുന്നത്? ആ ഞങ്ങളുടെ ഈ ഇതെല്ലാം ചോരി ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാ വരുന്നത്? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗത്ത് മാറിയിരിക്കും എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വന്നിട്ട് എല്ലാം എടുത്തോണ്ട് പൊക്കോട്ടെ എന്നുള്ള ആ രീതിയിൽ എന്നുള്ളതാ. എന്താ ലക്ഷ്മിയുടെ വല്ലഭനല്ലേ? അന്നേരം ആ ലക്ഷ്മിയുടെ വല്ലഭൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടെന്നുള്ളത്. സഹസ്രകോടി ലക്ഷ്മിയുടെ ഭഗവാന്റെ പതാരവിന്ദ സേവ ചെയ്യുന്നുള്ളതാ. അങ്ങനെ അവരെല്ലാരും ഇപ്പൊ അമ്പാടി പോകുന്നു. അന്നേരം യാതൊന്നിനും ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഭഗവാൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്യണം, അങ്ങനെ എല്ലാവരും ചെയ്യണം. അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം വീട് തുറന്നിട്ടിട്ട് മാറി നിൽക്കും എന്നുള്ള. ഒരു ദിവസം അഥവാ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒന്ന് നന്ദന്റെ ചോരം വന്നില്ല, ഇന്ന് അതുകൊണ്ട് പശുക്കൾ പാലും തന്നില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വിഷമിക്കും എന്നുള്ളതാ. പക്ഷെ ഭഗവാൻ വന്നിട്ട് ഈ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു തിന്നുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. എന്താണ്? നവനീത ചോരനല്ലേ ഭഗവാന്, മാക്കൻ ചോറല്ലേ ഭഗവാന്. അതുകൊണ്ട് അവരുടെ ഹൃദയവും കൂടി ചോര ചെയ്തുകൊണ്ട് പോയെന്നുള്ളതാണ്. ഹൃദയം കൂടി കവർന്നെടുത്തു എന്നുള്ളതാ ഭഗവാന്റെ ഓരോരോ ലീലകളില്. അങ്ങനെ ഉള്ള ഭഗവാനെ എന്ത് ചെയ്യണം? സമമ സമയരോഹാൻ വാതഗേഹാദിനാഥ. അങ്ങനെയുള്ള ഭഗവാനെ എന്റെ ഗുരുവായൂരപ്പ എന്റെ ഈ രോഗം കൂടി അങ്ങ് ശമിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭട്ടതിരിപ്പാട് എന്നുണ്ടെങ്കിൽ ഈ ദശകം സമർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഈ ദശകം
ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇച്ചിരി ഞാനൊരു അല്ലാതെ ഒരു ഇച്ചിരി കാര്യത്തിൽ ബിസിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ക്ലാസ് നിർത്തുകയാണ്. ഇനി നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമ്മൾ 50 കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് വായിക്കാനും പഠിക്കാം. അങ്ങനെ എല്ലാത്തിലും ഇത് ചെയ്യുക. എന്ത് സംശയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഹരേ കൃഷ്ണ. ഇന്ന് എന്തായാലും ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ കാരുണ്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദശകം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാം. നാളെ ഇനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് നാളെ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരി